ഒരു പാരമ്പര്യമായിട്ടുള്ള ക്ഷേത്രോ മഠോ അതിനൊന്നല്ല. എൻ്റെ ഒരു 17.5 വയസ്സിലാണ് ഞാൻ സ്വാമീനെ പറ്റി അറിയണതും. ചെറുപ്പം മുതലൊക്കെ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പാരമ്പര്യമായിട്ട് കാരണവന്മാരൊക്കെ ആയിട്ടുള്ള ക്ഷേത്രവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ ഒരു അനുഗ്രഹം കൂടി കൊണ്ട് തന്നെയാണ് സ്വാമിനെ ഉപാസന ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതെൻ്റെ ഒരു 17.5 വയസ്സിലാണ് ഞാൻ വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു മൂർത്തി തന്നെ ഉണ്ടെന്ന് ഞാൻ അറിയണതും ഇതിനെപ്പറ്റി സ്വാമിനെ പറ്റി അറിയണതും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ച് ഗുരുനാഥന്മാരെ എടുത്ത് ചെന്ന് അവരെ മന്ത്രോപദേശമൊക്കെ വാങ്ങി അവരുടെ അനുഗ്രഹപ്രകാരം എൻ്റെ മൺമറിഞ്ഞു പോയതായിട്ടുള്ള കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹവും അത് ഗുരുസ്ഥാനവും ഒക്കെ കൊണ്ട് പിന്നെ സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ആണ് ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ആദ്യമൊക്കെ ഞങ്ങളുടെ വീടിന്റെ അകത്തും മുകളില് തട്ടുമ്പുറത്തൊക്കെ ആയിരുന്നു സ്വാമിനെ കുടിവെച്ച് പൂജിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഒരു വിഗ്രഹം വാങ്ങാനോ പീഠം വാങ്ങാനുള്ള നിവൃത്തിമാർഗമൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ സ്വാമിയുടെ സഹായം അനുഗ്രഹങ്ങളും കൊണ്ടൊക്കെ ഒരുവിധം ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ ഇവിടെ തൊഴാൻ വരുന്ന ഭക്തരുടെ അവരുടെ പ്രാർത്ഥനയും പിന്നെ അവര് ഇവിടെ അർപ്പിക്കണ അവരുടെ ഭക്തിയുടെ ഒന്നുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിന്ന് പോണത്. അപ്പൊ വന്നപേക്ഷിച്ചിട്ട് ആരും വെറും കൈകാലോടൊന്നും പോയിട്ടില്ല. അത് നമ്മുടെ വിശ്വാസം. നമ്മളൊരു സ്ഥാനത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മഠാണെങ്കിലും ചെറിയ മഠാണെങ്കിലും ഒരു കല്ലിലോ സ്വാമി ഇരിക്കണമെന്നുണ്ടെങ്കിലും അവിടെ കൃത്യമായിട്ട് വിശ്വസിക്കുക. അത് ഏത് സ്ഥാനത്താണെങ്കിലും കൃത്യമായിട്ട് വിശ്വസിച്ചാൽ തന്നെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അത് ചെറുതോ വലുതോ അതിനൊന്നുമില്ല. സ്വാമി എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. അതിന്റെ കലയിലും ആചാരത്തിലും മായയിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി വിഷ്ണുമായ എന്ന് പറഞ്ഞ മൂർത്തിക്ക് മാറ്റില്ല.